തുടക്കത്തിൽ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഫെറ്റോണിയ പ്ലാന്റ്. അതിനെ നെർവ് പ്ലാന്റ് എന്നും പറയും. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂക്കളൊക്കെ വരും. അത് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് അതിന് കൂടുതൽ ഇളപ്പുകൾ ഉണ്ടാവുക. ഇത് വൈറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെറ്റോണിയയുടെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഈസി മെത്തേഡ് ഒരു ടിപ്സുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ മണ്ണിൽ ഇങ്ങനെ ചട്ടിയിൽ മുട്ടിയിരുന്നാൽ പുതിയ റൂട്ട്സുകൾ വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് മാറ്റിയെടുക്കാം. പിന്നെ നമുക്കൊരു പരന്ന പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പോട്ടി മിക്സ് തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട്സ് നന്നായിട്ട് ആ ചകിരിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ആ ചകിരി അടക്കം തന്നെ നമുക്ക് പുതിയ പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ആയിട്ട് വെക്കാം. പിന്നെ പോട്ടി മിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് വേണം എടുക്കാനായിട്ട്. ചാണകപ്പൊടി ഇടാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഒന്ന് കെയർ ചെയ്താൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്.